തെരുവിൽ അലഞ്ഞു നടന്നൊരു യുവാവിന്റെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ ഒരു വൈദികൻ കൂടെ നടന്നത് ഏറെ ദൂരം. തമിഴ്നാട്ടിലെ തെങ്കാശിയിലുള്ള അൻപു ഇല്ലത്തിന്റെ ഡയറക്ടർ രാജേഷ് വയലുങ്കൽ എന്ന MCBS വൈദികനാണ് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അലഞ്ഞത്. ഒടുവിൽ ഫലമുണ്ടായി. അനേക നാളത്തെ ചികിത്സയുടെയും പ്രാർത്ഥനയുടെയും ശുശ്രൂഷയുടെയും ഫലമായി രോഗി ജീവനിലേക്ക് മടങ്ങിയെത്തി. അയാൾ പറഞ്ഞ വിലാസം അന്വേഷിച്ച് അച്ഛൻ ഉത്തർപ്രദേശിലെത്തി. വീട് കണ്ടെത്തി. നഷ്ടപ്പെട്ടു പോയ മകൻ അച്ഛനോടൊപ്പമുണ്ടെന്നറിഞ്ഞപ്പോൾ വീട്ടുകാർക്കുണ്ടായ സന്തോഷം വർണ്ണനാതീതമാണ്. തെരുവിലാദ്യം അവനെ കണ്ടെത്തിയതിനെക്കുറിച്ച് അച്ഛൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മാലിന്യങ്ങൾ തിന്ന് കീറിയ വസ്ത്രവും ധരിച്ച് അലഞ്ഞു നടന്ന ഈ ചെറുപ്പക്കാരൻ അതിരൂക്ഷമായിട്ടാണ് ആദ്യം എന്നെ നോക്കിയത്. അവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചിരുന്ന വടികൊണ്ട് ചിലപ്പോൾ എന്നെ അടിക്കാൻ പോലും സാധ്യതയുണ്ടെന്ന് എനിക്കും തോന്നി. എങ്കിലും ക്രിസ്തുവിനു വേണ്ടി അത്തരം സഹനങ്ങളൊന്നും എനിക്കൊരു തടസ്സമായിരുന്നില്ല. അതിനാൽ അവൻ നടക്കുമ്പോൾ ഞാനും പതുക്കെ അവനോടൊപ്പം നടക്കാൻ തുടങ്ങി. അങ്ങനെ തെങ്കാശി ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ ഇരുവരും 5 കിലോമീറ്ററോളം നടന്നു. ഇടയ്ക്ക് ഏതോ ഭാഷയിൽ അയാൾ സംസാരിക്കും. അത് ഭോജ്പുരിയാണോ ഹിന്ദിയാണോ എന്നെനിക്ക് വ്യക്തമായില്ല. ഞാൻ അവനോട് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ മാറി മാറി സംസാരിച്ചു. ഞാൻ പറയുന്നത് അവനും അവൻ പറയുന്നത് എനിക്കും മനസ്സിലായില്ലെങ്കിലും അനേകം മണിക്കൂറുകൾ നടന്നപ്പോഴേക്കും ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ദൃഢപ്പെട്ടിരുന്നു. വാക്കുകൾക്കപ്പുറമായിരുന്നു ഞങ്ങളുടെ ഹൃദയ സ്നേഹം. ഒരു കാര്യം അവന് മനസ്സിലായി: ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിളിച്ചാൽ എന്നോടൊപ്പം അവൻ വരുമെന്ന് എനിക്കും ബോധ്യമായി. അങ്ങനെ അൻപു ഇല്ലത്തിലെത്തിയ അവൻ അവിടുത്തെ സാഹചര്യങ്ങളോട് പതുക്കെ പതുക്കെ പൊരുത്തപ്പെട്ടു. രോഗം നിയന്ത്രണ വിധേയമാകുന്നതുവരെ അവൻ ഇടയ്ക്കൊക്കെ അക്രമാസക്തനാകുമായിരുന്നു. നല്ല കരുത്തുള്ള ശരീരമായിരുന്നതിനാൽ അവനൊന്ന് കൈവീശിയാൽ 2-3 സ്റ്റാഫൊക്കെ നിലത്ത് വീഴും. സിസ്റ്റേഴ്സിനും വൈദികർക്കും ശുശ്രൂഷകർക്കുമൊക്കെ പലപ്പോഴും അവൻ്റെ അടിയും മർദ്ദനവുമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ രോഗം നിയന്ത്രണ വിധേയമായപ്പോൾ അവൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞു. എൻ്റെ മുന്നിലിരുന്ന് ചെയ്തു പോയ തെറ്റുകളെ ഓർത്തവൻ കരഞ്ഞു. രോഗത്തിന് ചികിത്സ തുടരുന്നതിനിടയിലാണ് വീട്ടിൽ പോയാലോ എന്നുള്ള ആഗ്രഹം അവൻ പ്രകടിപ്പിക്കുന്നത്. അവന് ശരിയായ വിലാസം പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. എങ്കിലും അച്ഛൻ ഉത്തർപ്രദേശിലെത്തി അവൻ്റെ വീട്ടുകാരെ തേടിപ്പിടിച്ച് കണ്ടെത്തി. വീട്ടുകാരും നാട്ടുകാരുമെല്ലാം ചേർന്ന് അവനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഈ ദിവസങ്ങളിലെത്തും. രാജേഷ് അച്ഛന് ഇതൊന്നും പുത്തൻ സംഭവമല്ല. 100 കണക്കിന് ആളുകളെ ജീവനിലേക്ക് നയിക്കാൻ ദൈവം തന്നെയും ഉപകരണമാക്കി എന്ന് പറഞ്ഞ് അച്ഛൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ മക്കളും സൗഖ്യം തേടി മടങ്ങുമ്പോൾ അൻപു ഇല്ലം ദൈവത്തെ സ്തുതിക്കുകയാണ്.